ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോഴിമുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് വെക്കുക, ശേഖരിച്ച് വെക്കുക. അപ്പോൾ 1-2 മാസമൊക്കെ ആകുമ്പോൾ നമുക്കത് കുറേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഉണക്കി എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഉലർത്തിയിട്ട് വെക്കുക, അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഇതാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ച് അവിടുന്ന് കുറേ ആകുമ്പോൾ ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അത് പൊടിച്ച് ഇങ്ങനെ പൊടികളാക്കുക, എന്നിട്ട് ഒരു ബോട്ടിലിട്ട് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ ചെടിക്കും ഇതുപോലെ ഒരേ സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് 2 ദിവസം ആകുമ്പോഴത്തേനും നല്ലോണം ഇല വന്ന് നല്ല തഴച്ചുണ്ടാവും ചെടികളൊക്കെ. അപ്പോൾ ഞാനിത് എന്നും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഓരോ ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിലിടയ്ക്ക് ഞാൻ പച്ചച്ചാണം നല്ലതാണെന്ന് ആരും പറഞ്ഞപ്പോൾ ഇതുപോലെ പച്ചച്ചാണം ഞാൻ ഇട്ട് കൊടുത്തു. പക്ഷേ ചില ചെടിക്കൊന്നും പച്ചച്ചാണം നന്നല്ല, അതൊക്കെ ഇങ്ങനെ ഈരച്ചുണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോഴിമുട്ട തൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചെടിക്കും ഒരു ചീച്ചിലും വാട്ടവും ഒക്കെ വന്ന്. ഒത്തിരി ചെടിയൊന്നുമില്ല, പക്ഷേ ഉള്ള ചെടികളൊക്കെ നല്ലോണം ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഈ നീല എന്താ പറയുക, ഈ ഷുഗറിൻ്റെ കഴിക്കുന്ന ഒരു പൂവുണ്ടല്ലോ, ശംഖുപുഷ്പം, അതിൻ്റെ തൈക്കൊക്കെ വളരെ നല്ലതാണിത്. ശംഖുപുഷ്പത്തിനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചെടിക്കും നല്ലത് തന്നെ. പിന്നെ മുന്തിരിവള്ളി ഉണ്ട്, ആ മുന്തിരിവള്ളിക്കും ഇത് നല്ലോണം ഇല വരികയും നല്ല വള്ളികൾ ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ലതാണ്. പിന്നെ സപ്പോർട്ടർ കിടക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനത്തെ കുറേ തൈകളുണ്ട് ഇവിടെ, പറയാൻ കിട്ടണമല്ല. അങ്ങനത്തെ തൈകൾക്കൊക്കെ നല്ലോണം ഈ വളം നല്ലതാണ്. വേറെ വലിയ വളം വേണമെന്നൊന്നുമില്ല. പിന്നെ 100 രൂപ കിലോനായിട്ടൊരു ഇവിടുന്ന് മണ്ണുത്തിന്ന് വളം കൊണ്ടുവരാറുണ്ട്, ചെറിയ പാക്കറ്റുകൾ. അതും നല്ലതാണ്. ഇട്ട് കൊടുത്താൽ നല്ലോണം പൂവുണ്ടാവും. ഇവിടെ പൂവുണ്ടാവുന്ന ചെടികൾ കുറവാട്ടോ. ഇങ്ങനെ ഇലയാണ് ഒക്കെ ഇലച്ചെടികളാണ് ഇവിടെ. പിന്നെ ഈ ശംഖുപുഷ്പം മാത്രമാണ് പൂവുണ്ടാവുന്നതുള്ളൂ. അതുപോലെ മിറാക്കിളിൻ്റെ ഒരു തൈയുണ്ട്, അതും ആ വളമിട്ട് കൊടുത്താൽ നല്ലോണം കായ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇമ്മൊന്നും കായ ഉണ്ടാവണില്ല. വെയിൽ കൊള്ളിച്ചാലാണ് കായ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വെയിൽ കൊള്ളു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോവാം. അപ്പം ഞാൻ വെയിൽ കൊള്ളാത്തടത്ത് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാവണത്. പിന്നെ മോങ്കോസ്റ്റിൻ്റെ ഒരു തൈയുണ്ട്, അതിനൊക്കെ ഈ വളം ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലോണം ഇലയൊക്കെ വരും. മോസിയുടെ വീട്ടിലൊരു മോങ്കോസ്റ്റിൻ്റെ തൈ ഉണ്ട്, കൊല്ലത്തിൽ 2 ഇല എത്ര വീരിയുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഇവിടെ കൊടുന്നിട്ട് ഇപ്പോൾ 4 ഇല വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ മോങ്കോസ്റ്റ്. അത് ഞാൻ പറമ്പിലാണ് വെച്ചിട്ടുള്ളത്, വീടിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ പിന്നെ സ്ട്രോബെറി ഉണ്ട് ഒന്ന് മുറ്റത്ത്, അത് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. എല്ലാത്തിനും ഈ വളം ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അസ്സലാമു അലൈക്കും.